മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകം മുഴുവൻ ഉണരുകയാണ്. സ്വദേശത്തും വിദേശത്തുള്ള മക്കൾ ഇതാ ഒരുമിച്ച് ചേർന്ന് മാതാവിൻ്റെ സന്നിധാനത്തിലിരുന്ന് അവിടുത്തെ പാടിപ്പുകഴ്ത്തുന്ന കാലം ഉദയം ചെയ്തു കഴിഞ്ഞു. മാതാവ് സ്വീകരിച്ച ഏറ്റവും പ്രിയപ്പെട്ട 10 സുഹൃതങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. വളരാനും ഉയരാനും പുരോഗതി പ്രാപിക്കാനും ആത്മീയമായ രഹസ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്തുന്നത്. ഇതാ വചനം തരുന്നു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മകളെ, പരിശുദ്ധ അമ്മയുടെ എല്ലാ മഹത്വത്തിനും കാരണമായി തീരുന്നത് അത്യഗാധമായിരിക്കുന്ന എളിമയാണ്. ദൈവത്തിൻ്റെ അമ്മയാണ്, മാനവകുലത്തിൻ്റെ അമ്മയാണ്. എന്നിട്ടും എത്ര എളിമയോടെയാണ് മാതാവ് തൻ്റെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നല്ലേ അമ്മ പറയുന്നത്. എത്രമാത്രം നമ്മൾ ഉന്നതരാണോ അത്രമാത്രം നമ്മൾ എളിമയുള്ളവരാകുക. തലമുറകൾക്ക് ഭാഗ്യം വിളിച്ചു വരുത്തുന്ന സുഹൃതമാണ് എളിമ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അമ്മയായിട്ടും എത്ര എളിമയോടെയാണ് അമ്മ വർത്തിക്കുന്നത്. ചെറുതാകലിൻ്റെ മഹത്വം കാണണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കണം. എളിമയുള്ളവർക്കാണ് കൃപകൾ ധാരാളമായി കിട്ടുന്നത്. കലഹിക്കാനും വഴക്കടിക്കാനും കോപിക്കാനും കാരണങ്ങളും സാഹചര്യങ്ങളും എത്രയുണ്ടായാലും എളിമയുള്ളവർക്ക് മാത്രമേ അതിനെ അതിജീവിക്കാൻ സാധിക്കുക. കഷ്ടമോ നഷ്ടമോ ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരാണ് എളിമയുള്ളവർ എന്ന് പറയുന്നത്. പരാതിയില്ലാതെ സഹിക്കുന്നതാണ് എളിമ. ആത്മീയ മനുഷ്യന്റെ ശക്തിയും വളർച്ചയും കാണണമെങ്കിൽ എന്തുമാത്രം എളിമയിൽ വളർന്നിട്ടുണ്ട് എന്ന് നോക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതാ പരിശുദ്ധ അമ്മയുടെ സുഹൃതത്തിൻ്റെ പൂമണം നമ്മുടെ കുടുംബത്തിലേക്കും മക്കളിലേക്കും തലമുറകളിലേക്കും പകരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാപ്പൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ സമൂഹത്തിൽ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.